പെൺകുട്ടി അവളുടെ അച്ഛനെ പേടിച്ച് നാടുവിട്ടു പോകുന്നു. രക്ഷപ്പെട്ടെന്ന് വിചാരിക്കുമ്പോൾ അവൾ പോയിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ അച്ഛനെ കണ്ട് ഷോക്കാവുന്നു. ഓൾറെഡി അച്ഛന്റെ കയ്യിൽ നിന്ന് അടികൊണ്ട് മടുത്തവൾ അവിടെ നിന്ന് ഓടാൻ തുടങ്ങുന്നു. അച്ഛനും അവളെ ഫോളോ ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ അവർ കപ്പലിന്റെ എൻഡിൽ വന്നെത്തുന്നു. അപ്പോൾ രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാതെ അവൾ കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവളുടെ അച്ഛൻ വീട്ടിൽ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അച്ഛന്റെ ഒപ്പം പോകുന്നതിലും ഭേദം കടലിൽ ചാടുന്നതാണെന്ന് ചിന്തിച്ച് അവൾ കടലിലേക്ക് ചാടുന്നു. ഒപ്പം തന്നെ അച്ഛനും ചാടുന്നു. അതിനുശേഷം അവൾ അടുത്തുണ്ടായിരുന്ന ഒരു ദ്വീപിൽ ഒഴുകിയെത്തുന്നു. കണ്ണു തുറന്നവൾ ആ സ്ഥലത്ത് വലിയൊരു ഹെൽപ്പ് സൈൻ വരച്ചു വെച്ചിട്ട് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് ദ്വീപിനുള്ളിലേക്ക് പോയി നോക്കുന്നു. അവിടെ വലിയൊരു പൊട്ടറ്റോ തോട്ടം തന്നെയുണ്ട്. അത് കണ്ട് ഹാപ്പിയായവൾ പൊട്ടറ്റോ എടുത്ത് കഴിക്കാൻ തുടങ്ങുന്നു. അതിനുശേഷം വീണ്ടും തീരത്തേക്ക് വന്ന് നോക്കുമ്പോൾ അച്ഛന്റെ ബോഡി തീരത്തടിഞ്ഞിരിക്കുന്നു. അത് കണ്ട് സങ്കടം സഹിക്കാനാവാതെ അവൾ കരയാൻ തുടങ്ങുന്നു. അതിനുശേഷം 15 വർഷം കഴിഞ്ഞ് വലിയൊരു പെണ്ണായി വളർന്നിരിക്കുന്നു. ഒരു ദിവസം അവൾ എന്നത്തെയും പോലെ ഹെൽപ്പ് സൈനിൽ പാറയടുക്കി വെച്ചതിന് ശേഷം മീൻ പിടിക്കാനായി കടലിലേക്ക് പോകുന്നു. അതിനുശേഷം കരയിലേക്ക് വന്ന് നോക്കുമ്പോൾ ഒരു ഡ്രോൺ അവൾക്ക് നേരെ പറന്നു വരുന്നു. അവൾ ഇവിടേക്ക് വന്ന സമയത്ത് ഡ്രോൺസ് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. അത് കണ്ടവൾക്ക് അതിശയം തോന്നുന്നു. അത് പിടിക്കാനായി അവൾ അതിന്റെ പുറകെ ഓടുന്നു. അതേസമയം ദ്വീപിന്റെ മറുവശത്ത് അവിടെ വൃത്തിയാക്കുന്നതിനായി ആളുകൾ വന്നിരിക്കുന്നു. അതിലൊരാളാണ് ആ ഡ്രോൺ പറത്തുന്നത്. ഇപ്പോൾ അവൾ ആ ഡ്രോണിനെ പിടിച്ചതും അത് തിരികെ വാങ്ങുന്നതിനായി ഇവൻ വേഗം തന്നെ അവളുള്ള സ്ഥലത്തേക്ക് ഓടുന്നു. അതേസമയം ഏകദേശം 15 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഒരു മനുഷ്യനെ കണ്ടവൾ ഡ്രോൺ താഴെയിട്ട് സന്തോഷത്തിൽ അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങുന്നു.